ഗുഡ് മോർണിംഗ്. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തത് മാഗ്നറ്റിക് ഡൈപോളിനെ പറ്റി, രണ്ടാമത്തത് എനർജി, മാഗ്നറ്റിക് ഫീൽഡിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജീനെ പറ്റി. ഈ രണ്ട് ടോപ്പിക്കുമാണ് നമ്മുടെ തേർഡ് മൊഡ്യൂളിൽ ബാക്കിയുള്ളത്. പിന്നെയുള്ളത് മാഗ്നറ്റൈസേഷന് നിങ്ങൾക്ക് കുറച്ച് നോട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക് അതൊക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ഫിസിക്സിലൊക്കെ ഇതിന് മുന്നേ പ്ലസ് ടുവിലും അതിന് ശേഷമൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അത് നമുക്ക് ഞാൻ നോട്ട് തന്നിട്ടുണ്ട്, അത് നിങ്ങൾ വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കി എഴുതിയെടുക്കണം. ഇപ്പോൾ ഇതും കൂടിയാണ് ഇനി അതിനകത്ത് നമുക്ക് ബാക്കിയുള്ളത്, മാഗ്നറ്റിക് ഡൈപോൾ ആൻഡ് മാഗ്നറ്റിക് എനർജി. അപ്പോൾ മാഗ്നറ്റിക് ഡൈപോളിനെ പറ്റിയിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരു ബാർ മാഗ്നറ്റ് ഇറ്റ് സെൽഫ് ആസ് എ ഡൈപോളാണ്. എന്താ വെച്ചാൽ അതിനൊരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും ഉണ്ട് അല്ലേ. ഒരു ഡൈപോൾ, ഒരു മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മോണോപോളായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. എപ്പോഴും ഒരു ഡൈപോളായിരിക്കും. അതായത് ഒരു മാഗ്നറ്റിൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുമ്പം അതിനൊരു സൗത്ത് പോളും ഒരു നോർത്ത് പോളും ഉണ്ടാവും. അതുകൊണ്ട് ബാർ മാഗ്നറ്റ് ഇറ്റ് സെൽഫ് ആസ് എ ഡൈപോളാണ്. അതുപോലെ തന്നെ കറണ്ട് ലൂപ്പും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ കറണ്ട് ലൂപ്പിന് ഒരു നോർത്ത് എൻഡും ഒരു സൗത്ത് എൻഡും ഉണ്ടാവും. അതായത് അതൊരു ഡൈപോളാണ്. ഒരു കപ്പിളായിട്ടേ നമുക്ക് മാഗ്നറ്റിനെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എപ്പോഴും. അത് ഇലക്ട്രിക് ചാർജ് പോലെ ഒരു പോസിറ്റീവ് ചാർജ് മാത്രമോ നെഗറ്റീവ് ചാർജ് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. നോൺ എക്സിസ്റ്റൻസ് ഓഫ് സിംഗിൾ പോൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറയുന്നത്. ഇനി എങ്ങനെ വൺ വേർഡ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം. ഇതാണ് ഒരു കറണ്ട് ലൂപ്പിൻ്റെ കേസിൽ ഫീൽഡ് ലൈൻസ് ആണ്. ദ ബി ലൈൻസ് ഡ്യൂ ടു മാഗ്നറ്റിക് ഡൈപോൾസ്, എ സ്മോൾ കറണ്ട് ലൂപ്പ് വിത്ത് മൊമെൻറ്റ് I × S. മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇതിന് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു പിന്നെ അത് എൻഗേജ് ചെയ്യുന്ന ആ ലൂപ്പ് എൻക്ലോസ് ചെയ്യുന്ന ഏരിയ. അതുപോലെ തന്നെ QM × L ആണ് നമ്മുടെ ബാർ മാഗ്നറ്റിൻ്റെ മൊമെൻ്റ് എന്ന് പറയുന്നത്. QM ഈസ് ഐസൊലേറ്റഡ് മാഗ്നറ്റിക് ചാർജ്. QM എന്ന് പറഞ്ഞാൽ ഐസൊലേറ്റഡ് മാഗ്നറ്റിക് ചാർജിൻ്റെ ഒരു മെഷർമെൻറ്റ്. നമുക്ക് ജസ്റ്റായിട്ട് അതൊരു തിയററ്റിക്കലി പറയാൻ വേണ്ടിയിട്ടേ പറ്റുള്ളൂ. ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിളായിട്ട് നമുക്ക് രണ്ട് പോളിനെയും അല്ലെങ്കിൽ ഒരു ചാർജിനെ മാത്രം സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. QM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാർ മാഗ്നറ്റിൻ്റെ ലെങ്ത്തും, QM എന്ന് പറഞ്ഞാൽ സിംഗിൾ പോളിൻ്റെ സ്ട്രെങ്ത്തും ആണെന്നാണ് പറയുന്നത്. നമ്മൾ തിയററ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഐസൊലേറ്റഡ് മാഗ്നറ്റിക് ചാർജ്. ഇനി നമുക്ക് ഇത്രയാണ് മാഗ്നറ്റിക് ഡൈപോളിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ബാർ മാഗ്നറ്റും കറണ്ട് ക്യാരിങ് വയറും ഒക്കെ മാഗ്നറ്റിക് ഡൈപോൾ തന്നെയാണ്. ഒരു കപ്പിൾ ഓഫ് ഫോഴ്സ്, ഒരു ടോർക്കാണ് അതിന് മേലെ ആക്ട് ചെയ്യുക. ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും ഉണ്ടാവും. അത് മാഗ്നറ്റിക് ഫീൽഡിൽ അഗെയിൻ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ടോർക്ക് ആണ് എക്സ്പീരിയൻസ് ചെയ്യുക, മാഗ്നറ്റിക് ഫീൽഡിൽ തന്നെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡൈപോളിനെ പറ്റി പറയാനുള്ളത്. ഇനി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് എനർജി അല്ലേ. മാഗ്നറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് മാഗ്നറ്റിക് എനർജി നമ്മൾ കാണുന്നത്? മാഗ്നറ്റിക് എനർജി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ കപ്പാസിറ്റൻസ് പഠിച്ചു അല്ലേ. അതുപോലെ തന്നെ മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെ മാഗ്നറ്റിക് എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സംഭവമാണ് ഇൻഡക്റ്റൻസ്. ഇൻഡക്റ്റൻസിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്ലസ് ടുവിലൊക്കെ. നമുക്ക് ഈ സിലബസിൽ നിങ്ങൾക്ക് തേർഡ് മൊഡ്യൂളിൽ ഇൻഡക്റ്റൻസ് പറയുന്നില്ല, അതുകൊണ്ടാണ് അത് പഠിപ്പിക്കാത്തത്. അപ്പോൾ ഇൻഡക്റ്റൻസിനെ പറ്റി നമ്മൾ ഓൾറെഡി നമുക്ക് അവയർനെസ് ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്, സെക്കൻഡ് ഇയറിലൊക്കെ ഇൻഡക്റ്റൻസിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. നെറ്റ്വർക്കിലൊക്കെ ഇൻഡക്റ്റൻസ് ചാർജ് ചെയ്യുന്നത് ഡിസ്ചാർജ് ചെയ്യുന്നതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻഡക്റ്റൻസ് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ മാഗ്നറ്റിക് എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സംഭവമാണ് ഇൻഡക്റ്റൻസ് അല്ലേ. ഒരു ഡിവൈസ് അല്ലെങ്കിൽ പാസീവ് എലമെൻ്റ് ആണ് ഇൻഡക്റ്റൻസ്. അപ്പോൾ മാഗ്നറ്റിക് എനർജി അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിലാണ് അതിൻ്റെ എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മാഗ്നറ്റിക് എനർജി എപ്പോഴും പറയുന്നത്. ഇതാണ് എനർജി സ്റ്റോർഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ആൻ ഇൻഡക്ടർ ഈസ് WM. മാഗ്നറ്റിക് എനർജിയാണെന്ന് നമുക്കറിയാം. അതിൻ്റെ ഇക്വേഷനാണ് ½LI². L എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റൻസ് ആണ്, I² എന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ സ്ക്വയർ. ½ LI² ആണ് മാഗ്നറ്റിക് ഫീൽഡിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന മാഗ്നറ്റിക് എനർജി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എനർജി സ്റ്റോർഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദി ഇൻഡക്ടർ നമുക്ക് പറയാം. അപ്പോൾ
ഇനി നമുക്ക് ഈ എല്ലും ഐയും നമുക്ക് മാഗ്നറ്റിക്സിൻ്റെ ടേംസിലല്ല, നമുക്ക് ബിൻ്റെയും എച്ചിൻ്റെയും ടേംസിലോട്ട് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എനർജീൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്മോൾ ഏരിയ സെലക്ട് ചെയ്തു. 2 കണ്ടക്റ്റിംഗ് ഷീറ്റ്സ് ഉണ്ട്, അതിൻ്റെ ഒരു സ്മോൾ ഏരിയ ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ, അതുപോലെ സ്മോൾ വോളിയം ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ ഡെൽറ്റ സെഡ് എന്ന് പറയുന്ന ഒരു സ്മോൾ വോളിയം നമ്മൾ ചൂസ് ചെയ്തു. അതിന് മേലെയും താഴെയും കണ്ടക്റ്റിംഗ് ഷീറ്റ്സ് ആണ്. മേലെ കറണ്ട് പോകുന്നത് ഔട്ട്വേർഡാണ്, താഴെ കൂടിയുള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇൻവേർഡാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇതിനകത്ത് ഇങ്ങനെയാണുള്ളത്. മാഗ്നറ്റിക് ഫീൽഡ് വൈ ആക്സിസിന് പാരലലായിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത് നമ്മളൊരു സ്മോൾ എലമെൻറ്റ് നമ്മൾ ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന എനർജി നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. അതിനുശേഷം അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ടോട്ടൽ എനർജി എന്താണ് ഷീറ്റ്സ് കണ്ടക്റ്റിംഗ് ഷീറ്റ്സിന് ഇടയിൽ ടോട്ടൽ എനർജി നമ്മൾ കണ്ടുപിടിക്കും, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഉള്ള എനർജി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്താണ് എടുക്കുന്നത്, ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷൻ L = ഡെൽറ്റ ഫൈ ബൈ ഡെൽറ്റ ഫൈ ബൈ ഐ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്ലക്സ് ലിങ്കേജ് ഡിവൈഡഡ് ബൈ കറണ്ട്. അപ്പോൾ ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എന്താണ്, B.ds ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. B.ds അതൊക്കെ ഓർമ്മ വേണം. ഈ ഇക്വേഷൻ മാത്രം ടെക്സ്റ്റിൽ കണ്ടാലൊന്നും ഓർമ്മയുണ്ടാവില്ല, ടെക്സ്റ്റിൽ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ B.ds ആണ് നമ്മളെ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ. ബി എന്ന് പറഞ്ഞാൽ എന്താണ്, മ്യൂ എച്ച് ആണ് അല്ലേ. മ്യൂ എച്ച് ഡോട്ട് ഡി എസ്. മ്യൂ എച്ച് ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയ. സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ സെറ്റ്, മേലത്തെ സർഫസ് ഏരിയ. ഇവിടെയുള്ള സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വൈ. അതാണ് ഈ എടുത്തിട്ടുള്ള ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ സെറ്റ്. മ്യൂ എച്ച് എന്താണെന്ന് മനസ്സിലായി, ബി ആണ്. B.ds ആണ് നമ്മുടെ ഫൈ എന്ന് പറയുന്നത്. ഓപ്പൺ സർഫസ് ഇൻ്റഗ്രൽ B.ds നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ 0 ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം എന്താണ് ഡെൽറ്റ ഐ എന്ന് പറഞ്ഞാൽ കറണ്ടാണ്. ഡെൽറ്റ ഐ തന്നെ നമ്മൾ എഴുതി. ഡെൽറ്റ ഐക്ക് പകരം നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം, H.dl എന്ന് എഴുതാം. H.dl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ ഐക്ക് ഈക്വലൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ഇൻഡക്റ്റൻസിൻ്റെ ഈ ഇക്വേഷൻ നമ്മുടെ ഫസ്റ്റ് കണ്ട ഇക്വേഷനിലേക്ക് ഹാഫ് ഡെൽറ്റ എൽ ഡെൽറ്റ ഐ ഹോൾ സ്ക്വയറിനകത്തേക്ക് എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ എന്തും കൂടി ചെയ്തു, ഡെൽറ്റ ഐക്ക് പകരം നമ്മൾ എച്ച് ഇൻറ്റു ഡെൽറ്റ വൈ എടുത്തു. എച്ച് ഇൻറ്റു ഡെൽറ്റ വൈ. ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ H.dl ആണ്. എച്ചിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ തന്നെയാണ് എച്ചിൻ്റെ ഡയറക്ഷനും അല്ലേ. അപ്പോൾ എച്ചിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ആണ്. അതുകൊണ്ടാണ് H.dl പകരം എച്ച് ഇൻറ്റു ഡെൽറ്റ വൈ എന്ന് എഴുതിയത്. അപ്പോൾ ഇവിടെയുള്ള ഒരു എച്ചും നമ്മുടെ ഐൻ്റെ എച്ച് സ്ക്വയറും ആകുമ്പോൾ എന്താവും, എച്ച് സ്ക്വയർ എന്ത് ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ എന്നാവും. ഒരു ഐയും ഈ താഴത്തെ ഐയും ക്യാൻസലായി പോവും, ഒരു ഐ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഐക്ക് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഐക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഡെൽറ്റ എച്ച് ഇൻറ്റു ഡെൽറ്റ വൈ. ഡെൽറ്റ വൈ എങ്ങനെയാണ് വന്നത്, ഡെൽറ്റ വൈ ഡി എല്ലിന് പകരമാണ്. H.dl = I നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആംബിയർ സർക്യൂട്ടൽ ലോ. അപ്പോൾ അതിനകത്ത് എച്ച് ഇൻറ്റു ഡെൽറ്റ വൈ എന്ന് വരും. ഡെൽറ്റ ഐക്ക് പകരം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എച്ച് ഇൻറ്റു ഡെൽറ്റ വൈ. അപ്പോൾ ഇതും ഒരു ഐയും ക്യാൻസൽ ചെയ്ത് പോകും, ഒരു ഐ മാത്രമേ ഉണ്ടാവുള്ളൂ, അതിങ്ങനെ കിട്ടും. അപ്പോൾ ലാസ്റ്റ് എന്ത് നമുക്ക് കിട്ടും, ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ ഡെൽറ്റ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വോളിയമാണ് അല്ലേ. അപ്പോൾ ഹാഫ് മ്യൂ എച്ച് സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ വി എന്ന് കിട്ടും. ഹാഫ് മ്യൂ എച്ച് സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ വി. അപ്പോൾ നമുക്ക് മാഗ്നറ്റോസ്റ്റാറ്റിക് എനർജി WM ഇൻ ജൂൾസ് പെർ മീറ്റർ ക്യൂബ് ആണ്. ജൂൾസ് പെർ മീറ്റർ ക്യൂബ് ഈസ് ഡിഫൈൻഡ് ആസ് ലിമിറ്റ് ഡെൽറ്റ വി ടെൻസ് ടു 0 ഡെൽറ്റ WM ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ഹാഫ് മ്യൂ എച്ച് സ്ക്വയർ അല്ലേ. അതായത് ഡെൽറ്റ വി 0 ആവുന്ന കേസിൽ ഡെൽറ്റ WM ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി = ഹാഫ് മ്യൂ എച്ച് സ്ക്വയർ ആണ്. അപ്പോൾ എന്താണ് ഹാഫ് മ്യൂ എച്ച് സ്ക്വയർ അല്ലെങ്കിൽ
മ്യൂ എച്ചിന് പകരം നമുക്ക് എന്ത് എഴുതാം, ബി എന്ന് എഴുതാം. അപ്പോൾ ഹാഫ് ബി ഡോട്ട് എച്ച് എന്ന് പറയാം, അല്ലെങ്കിൽ b²/2 മ്യൂ എന്ന് എഴുതാം. ദസ് എനർജി ഇൻ മാഗ്നറ്റോസ്റ്റാറ്റിക് ഫീൽഡ് ഈസ് W ഒമേഗ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഓരോ ഇതിനെയും ഓരോ വോള്യത്തിനെയും ചെറിയ വോള്യത്തിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ WM ഇൻറ്റു ഡി വി എന്ന് വരും, സ്മോൾ WM ഇൻറ്റു ഡി വി. അപ്പോൾ സ്മോൾ WM ഇൻറ്റു ഡി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WM ഈസ് ഈക്വൽ ടു ഹാഫ് ബി ഡോട്ട് എച്ച് ഡി വി ഹാഫ് മ്യൂ എച്ച് സ്ക്വയർ ഇൻറ്റു ഡി വി. ഹാഫ് എന്താണ് ബി ഡോട്ട് എച്ച് ഡി വി ഇസ് ഈക്വൽ ടു ഹാഫ് മ്യൂ എച്ച് സ്ക്വയർ ഡി വി. അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് എനർജി. സിംഗിളായിട്ട് ഇക്വേഷനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് എഴുതേണ്ടത്. ഇനി അതിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻഡക്റ്റൻസിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള എന്താണ് മാഗ്നറ്റിക് എനർജീൻ്റെ ഇക്വേഷൻ എഴുതുക. അതിനകത്ത് ഇൻഡക്റ്റൻസിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഇൻഡക്റ്റൻസിന് പകരം? ഫ്ലക്സ് ലിങ്കേജ് ഡിവൈഡഡ് ബൈ കറണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫ്ലക്സിന് പകരം എന്താണ് ബി ഡോട്ട് ഡി എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബി ഡോട്ട് ഡി എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഐക്ക് പകരം എച്ച് ഡോട്ട് ഡി എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. എന്താണ് കിട്ടുക? നമ്മുടെ ഈ ഇക്വേഷൻ, ഈ റിലേഷൻ നമുക്ക് കിട്ടും. ഈ റിലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറേ എണ്ണം വെട്ടിപ്പോവും. പിന്നെ ഹാഫ് മ്യൂ എച്ച് സ്ക്വയർ മാത്രം ബാക്കിയാവും, ഡെൽറ്റ വിയും. അപ്പോൾ ഡെൽറ്റ വി ടെൻസ് ടു 0 ആകുമ്പോഴുള്ള എനർജിയാണ് ഇത് എനർജി ഡെൻസിറ്റിയാണ് ഈ ടേം. അതായത് നമ്മൾ ടോട്ടൽ എനർജീനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്തു, അതാണ് എനർജി എന്നാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനർജി ഡെൻസിറ്റിയാണിത്. അപ്പോൾ ജൂൾസ് പെർ മീറ്റർ സ്ക്വയർ ആണ് എനർജി ഡെൻസിറ്റി. WM is equal to limit delta V tends to 0 delta VM divided by delta WM divided by delta V is equal to half mu H square. ഇത്രയും കാര്യങ്ങൾ എഴുതിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനിടയിൽ 2-3 ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് എഴുതിയെടുക്കണം, അത് എഴുതി വെക്കണം. കാരണം ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് അതിനിടയ്ക്ക് എങ്ങനെയാണ് ആ സ്റ്റെപ്പ് വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എനർജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം പറയാൻ. അപ്പം നമ്മളിന്ന് 2 കാര്യമാണ് പഠിച്ചത്. മാഗ്നറ്റിക് ഡൈപോൾ, എന്താണ് മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറഞ്ഞു. മാഗ്നറ്റിക് എനർജി എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. മാഗ്നറ്റിക് എനർജി നമ്മൾ കാൽക്കുലേറ്റ് ബി ആൻഡ് എച്ചിൻ്റെ ടേംസിൽ എങ്ങനെയാണ്, ഹാഫ് ബി ഡോട്ട് എച്ച് എന്ന് പറഞ്ഞു, പിന്നെ ഹാഫ് മ്യൂ എച്ച് സ്ക്വയർ എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ റിലേഷൻ നമ്മൾ പഠിച്ചു. അപ്പോൾ മാഗ്നറ്റിക് എനർജീൻ്റെ ഏതെങ്കിലും ഒരു എക്സ്പ്രഷനോ ഇക്വേഷനോ എന്തെങ്കിലും കാര്യം ചോദിക്കുകയാണെങ്കിൽ ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് എനർജി ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വോളിയം വരച്ചിട്ട് അതിനെ പറ്റിയിട്ട് എഴുതുക. പിന്നെ അതാണ്. അപ്പോൾ ഇൻഡക്റ്റൻസിൻ്റെ കാര്യം ജസ്റ്റ് പറഞ്ഞാൽ മതി, നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതിയെടുക്കാം. താങ്ക് യു.